നമ്മൾ ആയത്തുള്ള അലി ഖമനയി, അതായത് ഇറാന്റെ സുപ്രീം ലീഡർ, ഇറാന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ പുള്ളി കോമയിലാണ്, അഥവാ ഏതെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ ഉണ്ടായാലോ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഇറാന്റെ ഉള്ളിൽ നിന്നും ഇതാണ് സംസാരം. പക്ഷെ ഇത്രയും പ്രായമുള്ള ഒരാൾ കോമയിലൊക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വിശ്വസിക്കത്തക്ക ഒരു വാർത്തയല്ല. അപ്പൊ അവരുടെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ പത്രങ്ങളിൽ തന്നെ വരുന്നത് അവിടെ ഒരു അസംബ്ലി കൂടുകയാണ്, എമർജൻസി അസംബ്ലിയാണ്. കഴിഞ്ഞ 15-16 ദിവസങ്ങൾ തൊട്ടേ, അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് അങ്ങനെ 3 ദിവസങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതിൽ ആയത്തുള്ള അലി ഖൊമൈനി അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ആയത്തുള്ള അലി ഖമനയി ആ മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കുന്നില്ല. ഒരു ഫുട്ടേജസും പുള്ളിയുടെ ഒരു ഇമേജ് വെച്ചിട്ട് പുറത്ത് വരുന്നില്ല. നോർമലി പുള്ളി എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ഫുട്ടേജസ് ഒക്കെ വരുന്നില്ല. അവിടെയുള്ള ലീഡേഴ്സിനെല്ലാം ഇപ്പൊ എമർജൻസി ആയിട്ട് ഈ ഒരു അസംബ്ലി ഇപ്പൊ 3 ദിവസമായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പുതിയ ലീഡർ, അതായത് ആരാണ് ഖമനയിയുടെ സക്സസർ, ഖമനയിക്ക് പകരക്കാരൻ ആരാണെന്നുള്ള അതിനെക്കുറിച്ചുള്ള തകൃതിയായിട്ടുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. അതിൽ 3 പേരുടെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ 3 പേരുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പൊ തൽക്കാലം അവിടെ ചുമതല മഹ്ദവി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അവിടെ ചുമതല നടത്തുന്നത്. ഇയാള് സെക്കൻഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇറാൻ അസംബ്ലിയാണ്. അബുൽ ഹസൻ മഹ്ദവി എന്ന് പറഞ്ഞ വ്യക്തിയെ എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ഇനി ഫ്രൈഡേ പ്രെയർ ലീഡ് ചെയ്യുന്നത്. അതായത് ഈ ഇഷ്ഫഹാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എപ്പോഴും ഖമനയി വന്നിരുന്നിട്ട് ഒരു പ്രസംഗമൊക്കെ നടത്തുമല്ലോ, ഒരു വലിയ ഒരു കോർട്ട് പോലത്തെ സ്ഥലത്ത്. ആ ഒരു സ്ഥലം, അതായത് കഴിഞ്ഞ ഇസ്രായേൽ അറ്റാക്കിന് ശേഷം അവർ ആ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ പ്രെയറും ഒരു സ്പീച്ച് ഒക്കെ കൊടുക്കുന്ന ആ ഒരു ഇഷ്ഫഹാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം വെള്ളിയാഴ്ചത്തെ ജുമ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു അബുൽ ഹസൻ മഹ്ദവിക്ക് ആ ഒരു ചുമതല കൈമാറിയിരിക്കുന്നത്. പുള്ളിയായിരിക്കും ഇനി ത്രൂ ഔട്ട് അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് പുതിയ ഒരു ലീഡർ വരുന്നവർ, പുതിയ ഒരു സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കുന്നത് വരെ അബുൽ ഹസൻ മഹ്ദവി ആയിരിക്കും ഫുള്ളി ഇനി അങ്ങോട്ട് ലീഡ് ചെയ്യുന്നത് ടെമ്പററി ആയിട്ട്. ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുക്കുന്ന, രഹസ്യമായിട്ട് ഇവരത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഖമനയിയെ ഇസ്രയേലി അറ്റാക്ക് ചെയ്തു, അത് ഇനി ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ഖമനയിയെ വധിച്ചു കളഞ്ഞു എന്നുള്ള ചില റൂമേഴ്സ് ഒക്കെ വെളിയിൽ വരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ അവർ കൺസേൺ ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഖമനയി ഇനി ഇല്ല എന്നാണ്. നോ മോർ, പുള്ളിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുറത്ത് അവർ ഓപ്പൺ ആയിട്ട് പറയുന്നതിന്, പുതിയ ഒരു ലീഡറെ തിരഞ്ഞെടുക്കുന്നവരെ അവർ ഈ വാർത്ത പുറത്തു വിടാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കോമ എന്നുള്ള നിലയിൽ ഒരു സ്റ്റേറ്റസ് പുറത്തു വിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആള് വടിയായി. ഏറ്റവും കൂടുതൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒന്നാമത് പ്രായമായി, അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൊമെന്റിൽ വിത്തൗട്ട് ഖമനയി ഒരു കൊലാപ്സ്, പുതിയൊരു ലീഡർ ഇല്ലാണ്ട് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് പകരം മുൻകൂട്ടി ലീഡറെ തിരഞ്ഞെടുക്കുക, അതായത് സക്സസറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഒരാളെയാണ് പ്രിഫർ ചെയ്യുന്നത്, മൊജ്തബ ഖമനയി എന്ന് പറഞ്ഞ്. മൊജ്തബ ഖമനയി എന്ന് പറയുന്നത് ഖമനയിയുടെ 2ാമത്തെ മോനാണ്, സെക്കൻഡ് സൺ. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ അതിനെ ലീഡ് ചെയ്യുന്നത്. പുള്ളിക്ക് 27 വർഷം ഈ ഖമനയിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതും പോരാഞ്ഞിട്ട് പുള്ളി ഖോം എന്ന് പറഞ്ഞ ആ ഒരു സെമിനാരിയിൽ പഠിച്ച എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഈ ഖോം എന്ന് പറഞ്ഞ സെമിനാരി എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരു സുപ്രീം ലീഡേഴ്സ്, അതായത് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ റിലീജിയസിന്റെ ബേസിസിൽ മത്സരിക്കാൻ വേണ്ടി എത്തുന്ന മിക്കവാറും ആൾക്കാരും ഈ ഒരു സെമിനാരിയിൽ തന്നെയായിരിക്കും വരുന്നത്. ഈ സെമിനാരി ഷിയാക്കളുടെ ഒരു മദ്രസ പോലത്തെ പഠിപ്പിക്കുന്ന, അതായത് മദ്രസ മീൻസ് അത്ര ലോവർ കാറ്റഗറി അല്ല, അതിനേക്കാൾ നല്ല രീതിയിലുള്ള മതപഠനം ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ കൊടുക്കുന്ന ഒരു സെമിനാരിയാണ്. അപ്പൊ ഈ അബുൽ ഹസൻ മഹ്ദവി 3 കാൻഡിഡേറ്റിനെയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ആ 3 കാൻഡിഡേറ്റിൽ ഒരു കാൻഡിഡേറ്റ് ആണ് ഈ ഒരു മൊജ്തബ ഖമനയി. അലി റേസ അറാഫിയാണ് 2ാമത്തെ കാൻഡിഡേറ്റ് ആയിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ 2ാമത്തെ കാൻഡിഡേറ്റ് പുള്ളി ഇപ്പൊ തന്നെ ഓൾറെഡി അസംബ്ലിയിലുള്ള സെക്കൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ഇറാൻ അസംബ്ലി, നിലവിലുള്ള അസംബ്ലിയിലുള്ള ആൾ തന്നെയാണ്. കൂടാതെ പുള്ളി മെമ്പർ ഓഫ് ഗാർഡിയൻ കൗൺസിലാണ്. അവിടെ ഒരു ഗാർഡിയൻ കൗൺസിൽ ഉണ്ട്, അതിന്റെ ഗാർഡിയൻ കൗൺസിലിന്റെ മെമ്പറും കൂടിയാണ് പുള്ളി. ഖമനയിയുടെ ഏറ്റവും അടുത്ത പ്രോക്സിമിറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, അടുത്ത സർക്കിളിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ആ പുള്ളിക്കും നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അലി റേസയും ഇതേപോലെ ഖോം എന്ന് പറഞ്ഞ ആ ഒരു ഇസ്ലാമിക് സെമിനാരിയിൽ പഠിച്ചു വന്ന ആളാണ്. ഖോം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മതപഠനശാലയാണ്. അപ്പൊ അവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് ഈ മിക്കവാറും ഈ അസംബ്ലിയിലൊക്കെ ഉള്ളത്. അപ്പൊ അവർ തന്നെയാണ് ഇതിനകത്ത് മത്സരിക്കാനും വരുന്നത്. മീൻസ് അതായത് റിലീജിയസ് ലീഡർ ആയിരിക്കണം റൂളിംഗിൽ ഏറ്റവും കൂടുതൽ വരുന്നതിനുള്ള ആ ഒരു ഖലീഫറ്റ് ലോ അവർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു മതപഠനശാലയിൽ പഠിച്ചിറങ്ങിയ ആൾക്കാരെ തന്നെ അവർ റെപ്രസെന്റ് ചെയ്ത് കൊണ്ടു നിർത്തുന്നത്. 3ാമത്തെ കാൻഡിഡേറ്റ് ഹാഷിം ഹൊസൈൻ ബുഷേരി എന്നാണ്. അത് ഇറാന്റെ ഇപ്പോഴത്തെ അസംബ്ലിയിലെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനാണ്. ഈ ഹാഷിം ഹൊസൈനിയും ഇതേപോലെ ഖോം മതപഠനശാലയിൽ പഠിച്ച് പുറത്തിറങ്ങിയ ആൾ തന്നെയാണ്. ഈ 3 പേരുമാണ് മേജറായിട്ട് മത്സരിക്കുന്നത്. ഈ മത്സരം എന്നുള്ളത് പേരിന് തന്നെയായിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ
മുന്നോട്ട് വെക്കുന്ന ഒരു പേരാണ് മുജ്തബ ഖമനേയി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ആയത്തുള്ള അലി ഖമനേയിയുടെ രണ്ടാമത്തെ സൺ. ഇത് കൂടാതെ ഒരു കാൻഡിഡേറ്റ് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അവിടെ. ആ കാൻഡിഡേറ്റ് ആരാണെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇരുന്ന, അതായത് റൂഹുള്ള ഖൊമൈനി എന്ന് പറഞ്ഞ ഇസ്ലാമിക് റെവല്യൂഷണറി സ്ഥാപിച്ച ഇസ്ലാമിക് റെവല്യൂഷൻ ഇറാനിൽ കൊണ്ടുവന്ന ആ വ്യക്തിയുടെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ഹസൻ ഖൊമൈനി എന്നാണ് പുള്ളി കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഈ ഹസൻ ഖൊമൈനി ഇതുപോലെ തോക്കൊക്കെ പിടിച്ച് ഇതേപോലെ പ്രഭാഷണമൊക്കെ നടത്തുന്ന നല്ല ഇതേപോലെ പിന്നെ കോമിലൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയ ആൾ തന്നെയാണ്. അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. പുള്ളിയെ കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ 2 ഇലക്ഷനിലും പുള്ളി അവിടെ ഫെയിലിയർ ആയിരുന്നു. തോറ്റതുകൊണ്ട് അസംബ്ലിയിൽ നിന്ന് കഴിഞ്ഞ 9 വർഷമായിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഹസൻ ഖമൈനി. ഓവറാൾ നോക്കുമ്പോഴത്തേക്കും ഈ മുജ്തബ ഖമൈനിയാണ് ഈ ഒരു സക്സസർ ആയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കപ്പെടും. മിക്കവാറും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ അതിനുള്ളിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇസ്രയേലിന്റെ ആ ഒരു ഒക്ടോബർ 26 അറ്റാക്കിന് ശേഷം തന്നെ ആ ഒരു ഈ ന്യൂക്ലിയർ ഇത്രയും കാലം കെട്ടിപ്പടുത്ത് ഉയർത്തി കൊണ്ടുവന്ന 10-20 വർഷത്തെ അധ്വാനമാണ് ഈ ന്യൂക്ലിയർ പ്രോജക്റ്റ്. അതൊക്കെ അടിച്ച് തകർത്തത് പുള്ളി മാനസികമായിട്ട് തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഇസ്രയേലിനോടുള്ള യുദ്ധം ഈ ഒരു പ്രോക്സികൾക്കൊക്കെ കൊടുത്ത് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് പോയത് എല്ലാ നഷ്ടവും തന്നെ പുള്ളിയെ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുശേഷം തന്നെ പുള്ളി ഒരു ഫ്രൈഡേ പ്രയറിൽ എങ്ങാണ്ടേ വന്ന് വെളിയിൽ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാം അസംബ്ലിയുടെ ഉള്ളിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഭാഗികമായിട്ട് പിന്നെ പുറത്ത് വരാത്തൊരവസ്ഥയാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കോമ എന്നാണ് ഇറാനിൽ പറഞ്ഞു വരുന്നത്. പക്ഷേ കോമയല്ല, ശരിക്കും ആളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഏകദേശം ഈ ഒരു ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു അർജന്റായിട്ട് നടക്കുന്ന മീറ്റിംഗും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആയത്തുള്ള അലി ഖമനേയി ഇറാന്റെ സുപ്രീം ലീഡർ ഇനി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു വിഷയം പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.